ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ ആട്ടോ. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനെൻ്റെ കൈവാളൊക്കെ ഒന്ന് പോയിട്ട് തട്ടിയെടുക്കാൻ നിർത്തിയിട്ടോ. കല്യാണത്തിന് മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ചിത്രം വരക്കുക, പെയിൻറ്റിങ്, അതുപോലെ ഓരോ വർക്കുകൾ ചെയ്യുക, ചുമരുമ്മ ചിത്രം വരക്കുക, ചിരട്ടേൻ്റെ ഉള്ളിൽ ചിത്രം വരക്കുക, അതൊക്കെ എന്നിട്ടൊക്കെ മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒറ്റക്കായി പെരയിൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയായിട്ടാണ്. കാരണം ആരും ഉണ്ടാവില്ല, എന്നാലും നമുക്കങ്ങനെ ഒരു ഇതല്ലേ കാരണം മടി. അങ്ങനെ പിന്നെ ഇപ്പം എന്തായാലും എനിക്കിങ്ങനെ തോന്നി ഏതായാലും റൂമൊക്കെ ഒന്നുകൂടി പെയിൻ്റ് അടിച്ചിരുന്നു. അപ്പോൾ റൂം പെയിൻ്റ് അടിച്ചപ്പോൾ നമുക്ക് നമ്മളെ റൂം തന്നെ ഓരോ വരച്ചിട്ട് നമ്മുടെ കൈവാള തന്നെ തൂക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ക്ലോക്കും അതുപോലെ നമ്മൾ റെസിനാർട്ടിൻ്റെ ക്ലോക്ക്, റെസിനാർട്ടിൻ്റെ ബീച്ചിൻ്റെ തീമിലുള്ളൊരു ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇവരൊക്കെ തോന്നി ഇങ്ങനൊരു ചിത്രം വരച്ചിട്ട് ഇങ്ങനൊരു ഫ്രെയിം ആക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത വർക്കുകളെന്നെ റൂമിൽ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ കാരണം ഇനിയിപ്പോൾ കാണുന്നൊരു നല്ല അഭിപ്രായം പറയുമ്പോൾ അതിലേറെ സന്തോഷമല്ലേ കാരണം. പക്ഷെ ചെയ്യാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയാട്ടോ. ഞാൻ ഈ ഒരു വർക്ക് 3 ദിവസം വെച്ചിട്ടാണ് എടുത്തേക്കണം. കാരണം ആദ്യം ബാക്ക്ഗ്രൗണ്ട് വെള്ളം കൊടുത്തിട്ട് അത് ഉണങ്ങട്ടെ എന്ന് കരുതി നീച്ചു പോയതായിരുന്നു. പിന്നെ ഇരിക്കാൻ മടിയായി. പിന്നെ പിറ്റേന്ന് രാവിലെ ഇട്ട മേലെ ഓറഞ്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഞ്ഞ കൊടുത്ത് അങ്ങനെ ഇട്ടാ ഭയങ്കര മടിയായിട്ടാ. ഇരുന്നാൽ പിന്നെ ആ സ്പോട്ടിലിരുന്ന് ഫുള്ള് ചെയ്യണം, അല്ലെങ്കിൽ നീച്ചു പോയാൽ എന്തോ ഒരു മടിയായിക്കാരെന്ന് പറയാം. പിന്നെ ആ വർക്ക് ചെയ്യാൻ തോന്നില്ല. അധികം ഞാനും എൻ്റെ അമ്മയും തല്ലുണ്ടാവില്ല ഇതിനേക്കാരട്ടെ. കാരണം ഓരോന്ന് വേഗം കൊണ്ടുവന്നിട്ട് എല്ലാം പകുതിയാക്കി വെച്ച് നിർത്തി പോകും. കാരണം അപ്പോഴൊക്കെ നമ്മൾ മൂഡ് പോയിട്ടുണ്ടാകും. ഓരോന്നൊന്ന് കാണുമ്പോൾ ആ ഇൻട്രസ്റ്റിലാണ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. പിന്നെ നീച്ചാൽ പിന്നെ ആ ഭാഗത്തൊക്കെ മെയിൻ ചെയ്യില്ല കേട്ടോ ഞാൻ. അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ പെരയിലുണ്ട് കേട്ടോ. അങ്ങനെ വേങ്ങി കൂട്ടിയത് തന്നെ തിൻ്റെ മങ്ങാൻ ചീത്താറിയിട്ട് അതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ വെറുതെ പൈസ ആക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചീത്താറ്. അപ്പം ഞാനെന്താ കാട്ടി അവിടെയുള്ള സാധനങ്ങളും പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ വേങ്ങിയിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ കൈവാളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനായിരുന്നു. കാരണം ഇപ്പോൾ ഏതായാലും ഫ്രീ ആയിട്ടിരിക്കില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാമല്ലോ ഞാൻ. കാരണം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇങ്ങനെ വരക്കാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കാരണം. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കലും ആയി. എനിക്ക് എൻ്റെ റൂമിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഒരു സംഭവം ആവില്ല എന്നൊക്കെ കരുതിയിട്ടാട്ടെ ഇരുന്നപ്പം. അപ്പോൾ ഞാനിങ്ങനത്തെ ഇത് ചെയ്യലെങ്ങനെ വെച്ചാൽ യൂട്യൂബിൽ, ഗൂഗിളിൽ, പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യൽ. പക്ഷെ പഠിച്ചാനൊന്നും പോക്കില്ല കേട്ടോ. ഒരുവിധം കഴിയുന്നത് ഞാൻ ഫുള്ള് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഔട്ടാ ചെയ്യാൻ നോക്കുക. കാരണം ഇതിനൊക്കെ സംബന്ധിച്ച് വെറുതെ ആയിട്ടാണ് പഠിച്ചാൻ പോകണം. അപ്പോൾ പഠിച്ചാലും പിന്നെ ആ വർക്ക് ചെയ്യലൊന്നും ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച ആളാട്ടെ ഞാൻ. പക്ഷെ ആ ഒരു വർക്കിനോടൊന്നും എനിക്ക് അന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്തിട്ടാണ്. കുട്ടികളെ ഡ്രസ്സുമ്പോൾ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തെടുത്തിരുന്നു. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അന്നേ വരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് എനിക്ക് മടിയായിട്ട് അങ്ങനെ പഠിച്ചാൽ. കാരണം നമുക്ക് യൂട്യൂബ് നോക്കിയാൽ തന്നെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാമല്ലോ. ഞാൻ ഈ ചിത്രവരയും പിന്നെ റെസിൻ ആർട്ടും എന്ത് വേണമെങ്കിലും ഞാൻ അധികം യൂട്യൂബിൽ തന്നെ ആയിട്ടാണ് നോക്കലും. എന്നിട്ട് നമ്മളെക്കൊണ്ട് പറ്റുമോ ഇല്ലേ നോക്കും. പറ്റുന്ന വിധത്തിൽ ഒപ്പിച്ചാലാട്ടെ എൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും കാരണം എന്നൊക്കെ സംബന്ധിച്ച് പൈസ എടുക്കണം വെറുതെയാണ്. പിന്നെ ആ ഒരു പരിപാടി ചെയ്യില്ല. സാധനങ്ങളൊക്കെ വേങ്ങി കൂട്ടും, ആ ഒരു ടൈമിൽ ചെയ്യും, പിന്നെ അത് അവിടെ നിർത്തി വെക്കും. അതും നഷ്ടം തന്നെയല്ലേ കാരണം നമ്മൾ അത്രയും പൈസ എടുത്ത് പഠിച്ചിട്ട് ഉപകാരമില്ല അത് കാരണം ഞാൻ തന്നെ പഠിച്ചാൽ ബാക്ക് വെക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ തന്നെ ഒപ്പിച്ചാലാട്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഈ ചിത്രവരൊക്കെ എൻ്റെ കല്യാണത്തിന് മുന്നേ പറഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് അതുപോലെ ചുമരുമ്മൊക്കെ വരച്ചു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കാരണം കുറേ ആയല്ലോ, 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് തുടങ്ങി ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. കളറൊക്കെ വേവിച്ചപ്പോൾ കളർ ഉള്ളതും ഒക്കെ കൂടെ ആയിട്ട് ഒപ്പിച്ചും കൊണ്ട് ചെയ്യണേ. അങ്ങനെ എന്തായാലും ഏകദേശമൊക്കെ സെറ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ലാലും നല്ല സപ്പോർട്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ. പിന്നെ ഒരു സമാധാനമാണല്ലോ നമുക്കൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് അല്ലേ കാരണം അത് ചെയ്യാനേ. അപ്പോൾ ഞാൻ ക്ലോക്ക് റെസിനാർട്ടിൻ്റെ ബീച്ചിൻ്റെ തീമിലുള്ള ഫ്രെയിമൊക്കെ ചെയ്തപ്പോൾ ലാലുവിന് ഒരു വിശ്വാസം വന്നിട്ട് കാരണം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. മറ്റേ ലാലുവിന് സാധനങ്ങളൊക്കെ വേഗം തരുമ്പോൾ ലാലുവിന് ഒരു ഇത് ചെയ്തിട്ട് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവം ലാലുവിന് അറിയാം. എന്ത് തുടങ്ങി വെച്ചാൽ അവിടെ നിർത്തിയേക്കൊന്ന്. പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടേ ഇങ്ങനെ ഞാൻ അങ്ങനെ എന്ത് ചെയ്യണമല്ലോ നിർത്തിക്കാൻ നമ്മളമ്മമാരിങ്ങനെ കളിയാക്കി പറയുമല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ലാലിനോട് പറഞ്ഞു എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വേഗം ഇത് ചെയ്യണം കേട്ടാന്നൊക്കെ. അപ്പോൾ പിന്നെ എനിക്കൊരു വാശിയായി കാരണം നമ്മൾ ചെയ്ത് കാണിച്ചെടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചെടുത്തപ്പോൾ ആൾക്ക് വിശ്വാസമായി കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആൾക്ക് വന്നിട്ടാണ്. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനത്തെയൊക്കെ വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഓരോ മോഡൽ കാണിച്ചു കൊടുക്കുമ്പോൾ പറയാം ആ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ലാലു. കാരണം നമുക്ക് നമ്മളെ റൂമിൽ തൂക്കുമ്പോൾ തന്നെ ഒരു ഇതല്ലേ നമ്മൾ കുറേ പൈസ എടുത്തിട്ട് അതും ഇതൊക്കെ ഫ്രെയിം വേണം കാട്ടുന്നില്ല. നമുക്ക് കഴിയുന്ന മാതിരി കഴിവുള്ളത് നമ്മൾ പുറത്തെടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും, പുറത്തുനിന്ന് വരുന്നവർക്കൊരു സന്തോഷമല്ലേക്കാരം കാണുമ്പോൾ. അപ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞ് ഇങ്ങനെ ഫ്രെയിം ഒന്നും വേങ്ങണ്ട, എന്നെക്കൊണ്ട് പറ്റുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ വരച്ചിട്ട് എനിക്കിങ്ങനെ തൂക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാലു പറഞ്ഞു അന്ന് ചെയ്തു പറഞ്ഞിട്ടാണ്.
എൻ്റെ മടി കാരണം 3 ദിവസം വെച്ചിട്ടാണെങ്കിലും എൻ്റെ ചിത്രം വരക്കൽ മുഴുവനാക്കിയിട്ടാണ്. പിന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കലാട്ടോ. കാരണം പുറത്തുനിന്ന് നമ്മൾ ചെയ്യിച്ചാണെങ്കിൽ 500, 600 ഒക്കെ കൊടുക്കണമല്ലോ. ആ ഒരു പൈസ നമുക്ക് ലാഭമാവും ട്ടോ. കാരണം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്താൽ എന്തായാലും ചെയ്യാൻ പറ്റും ട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.